ഹായ്, എല്ലാവരും പഠിച്ച് ഏകദേശമൊക്കെ എത്തിയെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി പോലെ കുറച്ച് വൺ വേർഡ്സും രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ നിന്ന് കുറച്ച് വൺ വേർഡ്സും പിന്നെ ഭേദഗതികൾ, പിന്നെ ഒരു ഷോർട്ട് എസ്സേ. അത് നമ്മുടെ മറ്റ് വീഡിയോസിലൊന്നും വരാത്തൊരു ഷോർട്ട് എസ്സേ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റിപ്പബ്ലിക് എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിന്റെ രചയിതാവ് പ്ലേറ്റോ. റിപ്പബ്ലിക് എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിന്റെ രചയിതാവ് പ്ലേറ്റോ. അജ്ഞതയുടെ മൂടുപടം എന്ന സങ്കല്പം അവതരിപ്പിച്ച രാഷ്ട്രീയ തത്വചിന്തകൻ ജോൺ റോൾസ്. അജ്ഞതയുടെ മൂടുപടം എന്ന സങ്കല്പം അവതരിപ്പിച്ച രാഷ്ട്രീയ തത്വചിന്തകൻ ജോൺ റോൾസ്. ജോൺ റോൾസിന്റെ കൃതി നീതി സിദ്ധാന്തം. ജോൺ റോൾസിന്റെ കൃതി നീതി സിദ്ധാന്തം. അവകാശങ്ങൾ കൂടാതെ പൂർണ്ണതയിലെത്താൻ ഒരു മനുഷ്യന് സാധ്യമല്ല എന്ന നിർവചനം ആരുടേതാണ്? H.J. ലസ്കി. അവകാശങ്ങൾ കൂടാതെ പൂർണ്ണതയിലെത്താൻ ഒരു മനുഷ്യനും സാധ്യമല്ല എന്ന നിർവചനം ആരുടേതാണ്? H.J. ലാസ്കി. എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന വിഖ്യാത പ്രസംഗം ആരുടേതാണ്? മാർട്ടിൻ ലൂതർ കിങ്. എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന വിഖ്യാത പ്രസംഗം ആരുടേതാണ്? മാർട്ടിൻ ലൂതർ കിങ്. ലോകത്ത് ആദ്യമായി അവകാശ പത്രിക അവതരിപ്പിച്ച രാജ്യം USA. ലോകത്ത് ആദ്യമായി അവകാശ പത്രിക അവതരിപ്പിച്ച രാജ്യം USA. നെക്സ്റ്റ്, യുദ്ധത്തെ മഹത്വവൽക്കരിച്ച ചിന്തകനാര്? നീറ്റ്ഷെ. ഫെഡറിക് നീറ്റ്ഷെ. യുദ്ധത്തെ മഹത്വവൽക്കരിച്ച ചിന്തകനാര്? നീറ്റ്ഷെ. അഹിംസാ മാർഗത്തിലൂടെ അമേരിക്കയിലെ കറുത്ത വർഗക്കാരുടെ മോചനത്തിനായി പോരാടിയ നേതാവാര്? മാർട്ടിൻ ലൂതർ കിങ്. അഹിംസാ മാർഗത്തിലൂടെ അമേരിക്കയിലെ കറുത്ത വർഗക്കാരുടെ മോചനത്തിനായി പോരാടിയ നേതാവാര്? മാർട്ടിൻ ലൂതർ കിങ്. ലക്ഷ്യം മാർഗത്തെ പോലെ പരിശുദ്ധമായിരിക്കണമെന്ന് പറഞ്ഞതാര്? ഗാന്ധിജി. ലക്ഷ്യം മാർഗത്തെ പോലെ പരിശുദ്ധമായിരിക്കണമെന്ന് പറഞ്ഞത് ഗാന്ധിജി. യുദ്ധം പുരുഷന്മാർക്കുള്ളതാണ്, മാതൃത്വം സ്ത്രീകൾക്ക് എന്നതുപോലെ എന്ന പ്രസ്താവന ആരുടേതാണ്? മുസോളിനി. യുദ്ധം പുരുഷന്മാർക്കുള്ളതാണ്, മാതൃത്വം സ്ത്രീകൾക്ക് എന്നതുപോലെ എന്ന പ്രസ്താവന ആരുടേതാണ്? മുസോളിനി. സംസ്കാരങ്ങളെ വളർത്തുന്നത് സംഘർഷങ്ങളാണ്, സമാധാനമല്ല എന്ന പ്രസ്താവന ആരുടേതാണ്? ഫെഡറിക് നീറ്റ്ഷെ. സംസ്കാരങ്ങളെ വളർത്തുന്നത് സംഘർഷങ്ങളാണ്, സമാധാനമല്ല എന്ന പ്രസ്താവന ഫെഡറിക് നീറ്റ്ഷെ. UN കമ്മീഷണർ ഫോർ റെഫ്യൂജി സ്ഥാപിച്ച വർഷം 1950. UN കമ്മീഷണർ ഫോർ റെഫ്യൂജി സ്ഥാപിച്ച വർഷം 1950. അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആസ്ഥാനം ജനീവ. ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് ഭേദഗതികളാണ്. മിനി ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന എന്നൊക്കെ അറിയും. അത് ഭരണഘടനാ ഭേദഗതി 42. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത് 61. പഞ്ചായത്ത് രാജ് 73. പഞ്ചായത്ത് രാജ് ഭേദഗതിയുടെ ഒപ്പം തന്നെ വരുന്നതാണ് നഗരപാലിക, അത് 74. പഞ്ചായത്ത് രാജ് 73, നഗരപാലിക 74. നഗരങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകിയ ഭേദഗതിയാണ് 74. നെക്സ്റ്റ് ഒരു ഷോർട്ട് എസ്സേ ആണ്. ദേശീയത ക്രിയാത്മകവും വിനാശകരവുമായ രൂപങ്ങൾ. ദേശീയതയുടെ ക്രിയാത്മകവും വിനാശകരവുമായ രൂപങ്ങൾ രണ്ടായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. ക്രിയാത്മകത്തിൽ എന്തൊക്കെ വരുന്നു, വിനാശകരത്തിൽ എന്തൊക്കെ വരുന്നു നോക്കാം. ക്രിയാത്മകം എന്താണ്? എല്ലാവരെയും ഒരുമിപ്പിക്കുന്നു, സ്വാതന്ത്ര്യബോധം വളർത്തുന്നു, ജനാധിപത്യം, സ്വയംഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു, സാമ്പത്തിക വളർച്ചയെ സഹായിക്കുന്നു, സാംസ്കാരിക വളർച്ചയെ സഹായിക്കുന്നു, വൈവിധ്യങ്ങളെ ക്രിയാത്മകമാക്കുന്നു. എന്തൊക്കെയാണ് ക്രിയാത്മകത്തിൽ വരുന്നത്? എല്ലാവരെയും ഒരുമിപ്പിക്കുന്നു, സ്വാതന്ത്ര്യബോധം വളർത്തുന്നു, ജനാധിപത്യം, സ്വയംഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു, സാമ്പത്തിക വളർച്ചയെ സഹായിക്കുന്നു, സാംസ്കാരിക വളർച്ചയെ സഹായിക്കുന്നു, വൈവിധ്യങ്ങളെ ക്രിയാത്മകമാക്കുന്നു. ഇതിൻ്റെ തന്നെ വിനാശകരം എന്താണ്? വിനാശകരമായ രൂപം എന്താണ്? ഭിന്നിപ്പിക്കുന്നു എല്ലാവരെയും, സംഘർഷങ്ങൾക്കും യുദ്ധങ്ങൾക്കും കാരണമാകുന്നു, ഒറ്റപ്പെടൽ മനോഭാവം വളർത്തുന്നു, അസ്ഥിരത സൃഷ്ടിക്കുന്നു, ചെറു രാജ്യങ്ങളുടെ ആവിർഭാവത്തിന് കാരണമാകുന്നു, മേധാവിത്വ വികാരം സൃഷ്ടിക്കുന്നു. എന്തൊക്കെയാണ് വിനാശകരമായ രൂപങ്ങൾ? എല്ലാവരെയും ഭിന്നിപ്പിക്കുന്നു, സംഘർഷങ്ങൾക്കും യുദ്ധങ്ങൾക്കും കാരണമാകുന്നു, ഒറ്റപ്പെടൽ മനോഭാവം വളർത്തുന്നു, അസ്ഥിരത സൃഷ്ടിക്കുന്നു, ചെറു രാജ്യങ്ങളുടെ ആവിർഭാവത്തിന് കാരണമാകുന്നു, മേധാവിത്വ വികാരം സൃഷ്ടിക്കുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.